നമുക്ക് ഈ ഫിലിം എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ടു പ്ലേ വിത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടൈം ആൻഡ് സ്പേസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണല്ലേ. നമുക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീഡം അതാണ്. അപ്പൊ അതിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അമ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതൊരു വിഷയമല്ലല്ലോ, നമുക്ക് ഇതെല്ലാം നമുക്ക് ഓവർലുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതെന്താണ് ഇത്ര കാര്യം എന്നുള്ളത് എനിക്കൊന്നും ഇപ്പൊ എന്റെയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ ഡെയിലി ഇത് ഒരു പ്രശ്നമാണ്. കാര്യം ഇത് എന്താണ് ഇത്ര വിഷയം എന്നുള്ളത് നമ്മൾ ചോദിക്കുന്ന സാധനമാണ്. അപ്പൊ അത് ഈ പറഞ്ഞു ഇപ്പൊ ഒരു എന്താ പറയണ്ട റിയാലിറ്റി ആണത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനെങ്കിലും നമുക്ക് പറ്റുക എന്ന് പറയുന്നതാണ്. അങ്ങനെയല്ല നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജോഷിന്റെ അടുത്ത് ചേട്ടാ ഈ പാട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാണ്, അപ്പൊ ഇതിന്റെ സെഷൻസ് ഒക്കെ വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ജോഷി ചേട്ടനിൽ ഇതൊന്നും ഇല്ല. പുള്ളി പാട്ടൊക്കെ പാടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് പുള്ളി പുതിയ പരിപാടിയിലേക്കൊക്കെ പോയി. അപ്പൊ പടത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ സ്റ്റെംസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചേട്ടൻ രണ്ടാമത് അത് കംപ്ലീറ്റ് ഫുള്ള് റെക്കോർഡ് ചെയ്ത് അതിന്റെ സെഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ്. അപ്പൊ അത് പക്ഷേ ഈ പറഞ്ഞ ആ സിനിമ കണ്ട എല്ലാവരും ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് പറഞ്ഞൊരു കാര്യം ആ പാട്ടാണ്. ആഹ്ലാദത്തിൻ രവങ്ങൾ കൊഴിഞ്ഞു, ആനന്ദത്തിൻ ദിനങ്ങൾ കഴിഞ്ഞു. പ്രൊഡക്ഷനാണ് കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് പോയത്. അപ്പം ഇന്നവേ എനിക്കൊന്നും സിനിമ ഇപ്പൊ ഇത്രയും ഒരു ഫൈൻ ട്യൂൺ ആവാനുള്ള കാര്യം നമുക്ക് അങ്ങനെ ഒരു ടൈം കിട്ടി എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷൻ എത്ര ടൈം കിട്ടുന്നു അത്ര സന്തോഷമാണ്. അതൊക്കെ അർച്ചനയുടെ പ്രയോഗങ്ങളാണ്. അർച്ചനയുടെ കുറച്ച് വിയേർഡ് മറ്റേ കൈൻഡ് ഓഫ് സെൻസ് ഓഫ് ഹ്യൂമർ ആണ്. അപ്പൊ അതിൽ വരുന്ന സാധനങ്ങളാണ് അതൊക്കെ. വിങ്ങിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു ആദ്യം. പിന്നെയാണ് നമ്മൾ ഇത് ഡബ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സാധനം. അതിന്റെ ഐറണി എന്താ വെച്ച് കഴിഞ്ഞാൽ സാറ് പോകുമ്പോൾ സാറിന് ഷൂട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഷൂട്ടുണ്ട് അടുത്ത ദിവസം. നമ്മൾ അവിടെ ഔട്ട്ഡോർ ആണ്, റോഡിൽ ഷൂട്ട് ചെയ്തിരിക്കുമ്പോൾ സാറ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ചെന്നൈക്ക് ഡ്രൈവ് ചെയ്ത സാറിന് ഫ്ലൈറ്റ് ഇഷ്ടമല്ല തോന്നുന്നു. അപ്പം ബൈ റോഡാണ് വരുന്നത്. അപ്പൊ വരുമ്പോൾ നമ്മൾ റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാറ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് സാർ അവിടെ ഇറങ്ങി. പോകാൻ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മളോടൊക്കെ നിന്ന് അവിടെ കുറെ നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവസാനം പോകുന്നിടത്ത് പിന്നെ പറഞ്ഞു നമ്മൾ ഡബിങ് ചെന്നൈയിലാണ്, യു കം ടു ചെന്നൈ വിൽ ഹാവ് എ ബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആള് പോകുന്നത്. അപ്പൊ അത് ഭയങ്കര സങ്കടമായി ആക്ച്വലി നമുക്ക്. So we have with us ലിജിൻ ജോസ്, ഹെറിന്റെ ഡയറക്ടർ ആണ്. ഹെർ ഇപ്പോ മനോരമ മാക്സിൽ റിലീസ് ആയിട്ടുണ്ട്. നല്ല പ്രതികരണങ്ങളാണ്. വെൽക്കം ലിജിൻ. താങ്ക് യു. ലിജിൻ, ഇപ്പോ വരുന്ന പ്രതികരണങ്ങളില്, കാരണം ഇതൊരു OTT റിലീസ് ആയതുകൊണ്ട് ഇത് നല്ലൊരു സമയം കൂടിയായിരുന്നു തിയേറ്റർ റിലീസിൽ. ബിക്കോസ് ഈ ആഴ്ചയിൽ അങ്ങനെ വലിയ ചിത്രങ്ങളൊന്നും ആ രീതിയിൽ ഇല്ലാത്തതും കൂടിയായിരുന്നു. പക്ഷെ OTT-യിലും ഇറ്റ്സ് ലൈക്ക് അതിന്റെ ഒരു സ്വഭാവം കൊണ്ട് ഇറ്റ്സ് ആ നിലയ്ക്ക് നല്ലതാണ്. സോ എങ്ങനെയായിരുന്നു ആളുകളുടെ പ്രതികരണങ്ങൾ പൊതുവെ? ആളുകളുടെ പ്രതികരണം അറിയാനായിട്ട് ഇപ്പൊ നമ്മൾ 27th കഴിഞ്ഞ ഒരു പ്രിവ്യൂവില് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്കിപ്പോ അതിൽ കുറെ അധികം ആളുകൾ അത് ഫസ്റ്റ് ടൈം കാണുമായിരുന്നു. അപ്പൊ അത് വളരെ പോസിറ്റീവ് ആയിരുന്നു ആൾക്കാരുടെ ഒരു റെസ്പോൺസ്. കുറെ പേരൊക്കെ നമ്മുടെ ക്രൂവിലുണ്ടായിരുന്നവരും വർക്ക് ചെയ്തവരൊക്കെയാണ്. അവർക്കൊരു പേഴ്സണൽ ഇതുണ്ടാവാം, ബട്ട് അല്ലാണ്ട് വന്ന കുറച്ച് അധികം ആൾക്കാരുണ്ടായിരുന്നു, സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട്. അപ്പൊ അവരും ഒക്കെ അത്യാവശ്യം പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, ഇതൊരു നമ്മളൊരു ഫ്ലോലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർക്കും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനം അല്ല ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ അർച്ചനയായിട്ട് സംസാരിക്കുമ്പോൾ പറയായിരുന്നു നമ്മൾ ഗോഡ് ഫാദർ 2 ഒന്നും അല്ല എടുത്തിട്ടുള്ളത്. സോ ആൾക്കാർക്ക് കുറ്റം പറയാനുള്ളവർ പറഞ്ഞോട്ടെ. നാച്ചുറലി ഈ OTT-യുടെ ഇതില് ഹൈപ്പർ ലിങ്ക് നേച്ചറാണ് ഞാൻ പറഞ്ഞത്. വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സൗകര്യമുണ്ട്. അതായത് ആദ്യത്തെ കഥാപാത്രം പറയുന്നത് റിലേറ്റീവ് ടു വാട്ട് ദ റെസ്പോൺസ് ഫ്രം ദ ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നതിന്റെ നമുക്ക് റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അതെ. അല്ല നമ്മളിത് ഇത് കൺസീവ് ചെയ്യുമ്പോൾ തന്നെ ഇത് അർച്ചന ഇത് ഫസ്റ്റ് ഇതിന്റെ ഒരു തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു കഥയൊക്കെ അയച്ചു തരുന്ന സമയത്ത് നമ്മളിതിങ്ങനെ ഒരു സിനിമ ഞങ്ങൾ ആത്മനിർഭർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതിന് ഞാൻ അർച്ചനോട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഐഡിയാസ് ഉണ്ടെങ്കിൽ. അപ്പൊ ലോക്ക്ഡൌൺ ടൈം ആയിരുന്നുകൊണ്ട് അർച്ചന ആ ഉറുമ്പിന്റെ ഒരു സാധനം എഴുതി അയച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊരു ക്യാരക്ടറിന്റെ തുടക്കമാണ്. അപ്പം സി ഇഫ് യു ക്യാൻ ഡെവലപ്പ് ഇൻ ടു എ ഫുൾ ആർക്ക്, ആ ഒരു ക്യാരക്ടറിനെ ഒരു ഫുൾ കഥയാക്കാൻ പറ്റും നോക്കുക. അപ്പൊ അർച്ചന എന്താ കോൺഫിഡൻസ് ഇല്ല എന്നാണ് അർച്ചന പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മടികൊണ്ടാണ് ആയിരിക്കും തോന്നുന്നു. അർച്ചന അത്ര ഇതിന് അർച്ചന പറഞ്ഞത് ഇതിന്റെ ഇനി അപ്പുറത്തേക്ക് എനിക്ക് വേറെ ആലോചിക്കാനൊന്നും തോന്നില്ല എന്നുള്ള രീതിയിൽ അതങ്ങനെ നിർത്തി. അപ്പൊ നമ്മളിപ്പോ അത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കഥകളൊക്കെ ആലോചിക്കും എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന അങ്ങനെ മറ്റു കഥകളൊക്കെ ആലോചിക്കുന്നതും. പിന്നീട് നമ്മൾ ഇതിനെ ഈ പറഞ്ഞ ഹൈപ്പർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു നരേറ്റീവിലേക്ക് അതിനെ കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഒരു ഐഡിയ വരുന്നതൊക്കെ. അപ്പം അങ്ങനെ ആലോചിക്കുന്ന സമയത്തും എനിക്ക് തോന്നിയ ഒരു സാധനം നമ്മൾ അനീഷിന്റെ അടുത്ത് പ്രൊഡ്യൂസറുടെ അടുത്ത് പിച്ച് ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്നത് ഇതൊരു തിയേറ്ററിക്കൽ എന്നുള്ള രീതിയിൽ എത്രത്തോളം വർക്ക് ആവും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് കൺസേൺസ് ഉണ്ട്. കാര്യം ആ സമയത്ത് കാരണം ഈ പോസ്റ്റ് കോവിഡ് ടൈമിൽ തിയേറ്ററിൽ വർക്ക് ആവുന്ന സിനിമകളുടെ ഒരു സ്വഭാവം നമുക്കറിയാലോ, കുറച്ച് വലിയ സ്കെയിലുള്ള വലിയൊരു സ്പെക്ടാക്കിൾ പരിപാടികളാണ്. അല്ലാതെ ഒരു
ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾക്ക് അത്രത്തോളം റിസപ്ഷൻ വരാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് OTT, ബട്ട് ഓൾവേസ് ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് കുറച്ചും കൂടി ബെറ്റർ ഒരു ഒരു ഇതാണ്, അരേനയാണെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് അത്. ഈവൻ അതിന്റെ ഷൂട്ടിംഗ് സമയത്തും നമ്മളത് ഫുൾ അതിന്റെ ഒരു ഷോർട്ട് ഡിവിഷനും ഒക്കെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആ ഒരു മൈൻഡിൽ അങ്ങനെ ഒരു സംഭവം വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. തിയേറ്ററിക്കൽ എന്നുള്ള ഒരു ഒരു പ്ലാൻ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നില്ല. അത് പറയുമ്പോൾ ചില കഥാപാത്രങ്ങൾ ഇത് ഇറ്റ്സ് നോട്ട് ഈസി ദാറ്റ് വേ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ക്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ. ആൻഡ് വിത്തിൻ ഈച്ച് സ്റ്റോറി ഓൾസോ ലൈക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ലിജോ മോളുടെ ആ സ്റ്റോറി പറയുന്ന അതിലെ ഒരു ക്രാഫ്റ്റ് ഉണ്ട്, സ്റ്റോറി ടെല്ലിംഗ് ക്രാഫ്റ്റ്, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ അത് എഴുതുന്ന സമയത്തുണ്ടോ അതോ യു ഡിസൈൻഡ് ഇറ്റ് അല്ല, ലൈക്ക് യു അതൊക്കെ കംപ്ലീറ്റ് അർച്ചനയുടെ പിടിക്കാണ്. അർച്ചന ആണ് അത് ആ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്ത് വന്നതും എല്ലാം അർച്ചന അത് കൊണ്ടുവന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്കും പിന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം പറയുമ്പോൾ ഇപ്പൊ അല്ലെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ എന്താ പറയണ്ടേ, ഇത്രയും ക്യാരക്ടേഴ്സിന്റെ ലൈഫിൽ ഇപ്പൊ ഫ്രൈഡേ പോലെ വൺ ഡേ നടക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു എനിക്കിനി അങ്ങനെ വേറൊരു ഫ്രൈഡേ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ അതല്ലാതെ വേറെ അതിൽ എന്തെങ്കിലും അഡീഷണൽ എലമെന്റ്സ് കൊണ്ടുവരാൻ പറ്റുമ്പോഴാണ് അതിനൊരു രസമുള്ളത്. അപ്പം അത് ഞാൻ പറഞ്ഞു ഇതിനൊരു എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് വേണം. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഇതിൽ ഈ കഥകൾ പലതും എന്താ പറയുക, ഇതിനകത്ത് നമ്മൾ അങ്ങനെ നോക്കിയാൽ ശരിക്കും പറഞ്ഞ പാർവതിയുടെയും ഐശ്വര്യയുടെയും സെഗ്മെന്റ്സ് മാത്രമാണ് ആ ഒരൊറ്റ ദിവസം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നത്. മറ്റതിനൊക്കെ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ടൈം ലൈൻസ് ഉള്ള സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഇപ്പം നമ്മളെ വരുമ്പോഴും പക്ഷെ അതിന്റെ ഒരു ഇങ്ങനത്തെ എന്താ പറയുക ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു നരേറ്റീവിലേക്ക് പെട്ടെന്ന് ആ കഥ മാറുമ്പോഴും അതിന്റെ ഒരു വ്യൂയിങ് ഫ്ലോയിനെ അത് ഡിസ്റ്റർബ് ചെയ്യാതെ പോകുന്നുണ്ട്. അത് സ്വിച്ച് ചെയ്യുന്നതും തിരിച്ചു വരുന്നതും ആ സാധനങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് അർച്ചന എഴുതി വന്ന ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ തന്നെ അതിന് ആ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ അതിനെ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ ആ ഡ്രാഫ്റ്റിൽ തന്നെ അർച്ചന കൺസീവ് ചെയ്തത് അങ്ങനെയായിരുന്നു. എനിക്ക് അത് ആ കഥയുടെ എന്താ പറയണ്ടേ മൊത്തം പരിപാടിയിൽ ആ സാധനം. കാര്യം ഇപ്പം പാർവതി പിന്നീട് പാർവതി എന്ന സിനിമ ഇപ്പൊ നമ്മുടെ റീസെന്റ് ഇപ്പൊ കണ്ടത്. പാർവതി കണ്ടപ്പോഴും പറഞ്ഞത് അത് ഒരു നമ്മുടെ ഓഡിയൻസിനെ ടീസ് ചെയ്യുന്ന രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത്. എന്താണ് ഇവളുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ പറയേണ്ട അതാണോ ഇതാണോ എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇറ്റ് വർക്ക് ഫോർ ഹെയർ ഓൾസോ. അപ്പൊ എനിക്കൊന്ന് പാർവതിയാണ് അത് പിന്നെ ഫസ്റ്റ് ടൈം ഒരാളെ കണ്ടിട്ട് അതിനൊരു ഫീഡ്ബാക്ക് തരുന്നത്. നോൺ ലീനിയർ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ അത് കൺസീവ് ചെയ്തത് അർച്ചന തന്നെയാണ്. ഈ ഹൈപ്പർ ലിങ്ക്സിലെ ഈ ഇന്ററാക്ഷൻസിന്റെ ഇത് ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നോ അതോ എഡിറ്റിംഗിൽ യു സോർട്ട് ഓഫ്, കാരണം ഇപ്പൊ അത് പാർവതിയാണോ പാസ് ചെയ്യണെന്നുള്ളത് ഇനീഷ്യലി നമുക്ക് ജഡ്ജ് ചെയ്യാനേ പറ്റില്ലല്ലോ. സോ ലൈക്ക് വെൻ ഷീ ഗോസ് ടു ദ റെസ്റ്റോറന്റ് ഓൾസോ ലൈക്ക് അതും ജ്യൂസ് ഷോപ്പിൽ പോകുന്നതും അപ്പൊ സോ ഇറ്റ്സ് ലൈക്ക് ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ദ വേ പ്രതാപ് പോത്തൻ അദ്ദേഹം പറയുന്ന ജ്യൂസിന് തന്ന കുടിക്കാമായിരുന്നു. സോ ദോസ് തിങ്സ് ആർ വെരി 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 ഇൻട്രസ്റ്റിംഗ് ദ വേ ഇറ്റ്സ് കൺസീവ്ഡ്. അല്ല, നമുക്കിതില് നമുക്ക് ഈ ഫിലിം എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ടു പ്ലേ വിത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടൈം ആൻഡ് സ്പേസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണല്ലേ. നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീഡം അതാണ്. അപ്പൊ അതിനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അമ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണത്. എന്താ പറയുക അതിനെ അങ്ങനെ നമുക്ക് പിന്നെ ഇതില് അശ്വതി ചോദിച്ച പോലെ ഇതിലൊന്നും എഡിറ്റിൽ പോയിട്ടില്ല. കാര്യം ഇത് ഏതൊക്കെ പോയിന്റ്സിലാണ് ഇത് നമ്മൾ ഈ ഹൈപ്പർ ലിങ്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിരുന്നു. പകരം അത് കൃത്യമായിട്ട് അത് അങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്കത് ഷൂട്ടും അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ആർട്ടിസ്റ്റിന്റെ ഡേറ്റുകൾ ആ ഡേറ്റുകളിൽ ഇവർ കൃത്യമായിട്ട് അവൈലബിൾ ആവണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ അതില് നമ്മൾ പ്ലാൻ ചെയ്യാത്ത ഒന്നും പിന്നെ ചെയ്തിട്ടില്ല. ചെയ്തത് അവിടെ നമ്മൾ കൺസീവ് ചെയ്ത ഒരു സാധനങ്ങൾ പിന്നെ മാറ്റിയിട്ടില്ല. അത്രയും പോയിന്റ്സിൽ മതി. പിന്നെ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഡിസ്കഷൻ പോയിന്റ് വന്നത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് അതിനെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം. അത് വേണോ വേണ്ടോ എന്നുള്ളതാണ്. ബട്ട് നമ്മൾ അതിന്റെ ആവശ്യമില്ല. ദീസ് ആർ ഡിഫറെന്റ് ലൈക്ക് പാരലി ഹാപ്പനിങ് ടൈം ലൈൻസ് എന്നുള്ള ഒരു സാധനത്തിൽ പിടിക്കാം എന്നുള്ള രീതിയിലാണ് അത് പിന്നെ ആ രീതിയിൽ വെച്ചിട്ട്. കൃത്യമാണ്. ഇപ്പൊ അർച്ചനയായിട്ട് സംസാരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിമ്പിൾ ഷോർട്ട് ആൻഡ് ക്യൂട്ട് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ഞാൻ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഓൺലി. അത് ഒട്ടും ഒട്ടും ഐ മീൻ ഇൻ സ്ട്രെച്ച് ഇറ്റ്സ് വെരി ഈസി വാച്ചിങ് ആൻഡ് വളരെ സൂതിങ് ആണ്. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന്റെ ഒബ്ജക്റ്റീവ് അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ ആകെ ഒരു ഈ ചെറിയ നമുക്കത് വേണ്ടി ഇപ്പൊ ഞാനൊരു എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു കഥ എഴുതിയിട്ട് അത് കൺസീവ് ചെയ്ത് എന്നോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വിഷയങ്ങളൊന്നും ചിലപ്പോൾ എനിക്ക് പിക്ക് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല. അത് ഡെഫിനറ്റ്ലി അർച്ചന അല്ലെങ്കിൽ ഒരു ഫീമെയിൽ റൈറ്റർ ആയതുകൊണ്ടാണ് കിട്ടുന്നത്. പിന്നെ അതിന്റെ പല പെർസ്പെക്റ്റീവും ഒരിക്കലും നമ്മുടെ വയറിംഗ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നമ്മൾ എത്ര
ഈ പറഞ്ഞ പോലെ ആ ഷൂസിൽ പോയി നിൽക്കാൻ ശ്രമിച്ചാലും അത് പറ്റുന്ന കാര്യമല്ല. അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാര്യം ഇപ്പൊ അർച്ചന എന്റെ അടുത്ത് പറയും ഞാൻ അതിന്റെ തീരെ മറ്റേ എന്താ സെൻസിറ്റീവ് അല്ല, മനസ്സിലാക്കാത്ത ആളാണെന്ന് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് ആ രീതിയിലൊരു എക്സസൈസും കൂടെ ആയിരുന്നു. കുറെ ആ രീതിയിൽ നമുക്ക് എന്താ പറയണ്ടേ, ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവില് ഒന്ന് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് എക്സസൈസ്. കറക്റ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ കാണുന്നുണ്ടാവാം, ശ്രദ്ധിക്കുന്നുണ്ടാവാം, പക്ഷേ യുനോ ഇൻ ഡേ ടു ഡേ ലൈഫ് ഐ ഡോണ്ട് നോ വെദർ വി നമുക്കിതൊരു വിഷയമല്ലല്ലോ. ഇതെല്ലാം നമുക്ക് ഓവർലുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലെന്താണ് ഇത്ര കാര്യം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ ഡെയിലി ഇത് ഒരു പ്രശ്നമാണ്. കാര്യം ഇത് എന്താണ് ഇത്ര വിഷയം എന്നുള്ളത് നമ്മൾ ചോദിക്കുന്ന സാധനമാണ്. അപ്പൊ അത് ഈ പറഞ്ഞു ഇപ്പൊ ഒരു എന്താ പറയണ്ടേ, റിയാലിറ്റി ആണത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനെങ്കിലും നമുക്ക് പറ്റുക എന്ന് പറയുന്നതാണ്. ടു എല്ലാ ക്യാരക്ടേഴ്സിനും, ഈവൻ ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും ഷോപ്പിലിരിക്കുന്ന ഷിൻസിന്റെ ക്യാരക്ടർ ആണെങ്കിലും, യുനോ സംടൈംസ് പീപ്പിൾ ബിഹേവ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി രുചി ക്യാരക്ടറിന്റെ തുടങ്ങുന്ന സമയത്തുള്ള നേച്ചർ, ഐ മീൻ ഷീ വാസ് ക്വൈറ്റ് കൂൾ ഓൺ എ അതെ മോർണിംഗ് അതെ വാക്ക്, പക്ഷെ ടെൻസ്ഡ് ആവുമ്പോൾ ദാറ്റ് ക്യാരക്ടർ, സോ ദാറ്റ്സ് ഓൾസോ വെരി അതെ ഇൻട്രസ്റ്റിംഗ്. അല്ല അത് എന്താ പറയണ്ടേ, കുറച്ച് ട്രിക്കിയാണ് അത്. കാര്യം ഈ പറഞ്ഞ ഇതിൻ്റെ അകത്ത് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഉള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു 7 days ഒക്കെയാണ് നമ്മൾ മാക്സിമം ഒരു സെഗ്മെന്റിന് മാക്സിമം എടുത്തിട്ടുള്ളത്. 7 days. പാർവതിയുടെ മാത്രമാണ് ചിലപ്പം 1-2 days ബാക്കി ഈ പറഞ്ഞ ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും മാക്സിമം 7 days ഒക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ ഈ 7 days കഴിഞ്ഞ് നമ്മൾ ഈ 7 daysനുള്ളിൽ നമ്മൾ ഒരു ഹോൾ സ്റ്റോറി പറഞ്ഞ അതിന്റെ ഒരു ക്ലൈമാക്സ് ഫിനിഷ് ചെയ്തിട്ട് 8ാമത്തെ ദിവസം പോകുമ്പോൾ നമ്മളൊരു പുതിയ കഥയിലേക്കാണ് കയറുന്നത്. അപ്പൊ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരു സിനിമ ഹോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ സിനിമയുടെ ടോട്ടാലിറ്റിയും അതിന്റെ സാധനങ്ങൾ ആലോചിച്ചാൽ മതി. ഇത് 8ാമത്തെ ദിവസം പുതിയ കഥയിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ബ്ലാങ്ക് ആണ്. അപ്പൊ ഞാൻ മിക്കവാറും അതൊരു വലിയ പ്രശ്നമായിരുന്നു ആക്ച്വലി. കാരണം നമ്മളത് ഫോഴ്സ് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം മുമ്പ് ചെയ്യാത്തതുകൊണ്ട് എനിക്കും അത് അവെയർ ആയിരുന്നില്ല. അടുത്തൊരു സാധനം തുടങ്ങുമ്പോൾ അതിന്റെ നമ്മളെല്ലാത്തിനും ഒരു ചെറിയ ട്രീറ്റ്മെന്റിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത സാധനം തുടങ്ങുമ്പോൾ തിരിച്ച് പുതിയ പരിപാടിയിലേക്ക് കയറുക എന്ന് പറയുന്ന ഒരു സാധനം പുതിയതായിട്ട് വരുന്ന ഒരു ആർട്ടിസ്റ്റിന് ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ എനിക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇത് എഡിറ്റ് ചെയ്യണത് ഒരു സെഗ്മെന്റ് ടു സെഗ്മെന്റ് ചെയ്തിട്ട് അവസാനം ഇത് ചെയ്യായിരുന്നോ, അതോ ഇറ്റ്സ് ലൈക്ക് യു പ്ലാൻ ലൈക്ക്? അല്ല നമ്മളിത് സ്ക്രീൻ പ്ലേ ഇതിൽ എവിടെയും അങ്ങനെ സെഗ്മെന്റ്സ് ആയിട്ട് സ്റ്റാൻഡ് അലോൺ സ്റ്റോറീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കൺസിഡർ. അപ്പൊ ഞാൻ അതിന്റെ പേഴ്സണലി എനിക്കിത് ആന്തോളജി എന്ന് പറയുമ്പോൾ എനിക്കതൊരു പ്രശ്നമായിരുന്നു. നമ്മളിതിനെ ഒരു ആന്തോളജി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടേ ഇല്ല എവിടെയും. നമുക്കിതൊരു സിംഗിൾ നരേറ്റീവ് ആണ്. അങ്ങനെ മാത്രമേ ഞാൻ അതിനെ വിഷ്വലൈസ് കൺസീവ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഫ്രം ബിഗിനിങ് ടു എൻഡ് ഒരു ഇതിൽ ചെയ്തു പോവുക എന്നുള്ള ഒരു സാധനം അല്ലാതെ. ഇപ്പൊ എനിക്കൊന്നും നമ്മളെ ഇപ്പൊ ഈ പ്രിവ്യൂവിനാണ് അതിന്റെ നമ്മുടെ കൂടെ അസോസിയേറ്റഡ് വർക്ക് ചെയ്ത സ്മിതയൊക്കെ ഫിലിം കാണുന്നത്. അപ്പൊ സ്മിത സ്മിത പറഞ്ഞു ഇത് നമ്മൾ സെപ്പറേറ്റ് ഓരോ സ്റ്റോറിക്ക് ഓരോ ടൈറ്റിൽ ഇല്ല അല്ലേ എന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇതില്ല, അങ്ങനെയല്ല. അത് സീംലെസ് ആയിട്ട് പോകണം എന്നുള്ളത് തന്നെയായിരുന്നു നമ്മളെ അതായിരുന്നു എന്താ പറയുക, നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ച ഒരു സാധനം അതായിരുന്നു. ഇൻട്രൊഡ്യൂസിങ് ടു ലിറിസിസ്റ്റ് ടു മലയാളം സിനിമ എന്ന് പറഞ്ഞിട്ട്. സോ ഹൗ വാസ് ദാറ്റ്? ഞാൻ ജോഷിയുടെ അടുത്ത് ഉച്ചയ്ക്ക് സംസാരിച്ചിരുന്നു. സോ അതിന്റെ പ്ലേസ്മെന്റ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. യുനോ ആ പ്ലേസ്മെന്റും ദ വേ യു ഹാവ് ക്യാപ്ചർഡ് ദ വിഷ്വൽസ്. ലിജോയുടെ എപ്പിസോഡ് പറയുമ്പോൾ ആക്ച്വലി പറയേണ്ട ഒരു കാര്യം അതാണ്. ആ സ്റ്റോറിക്ക് മുമ്പേ അതിലുള്ളത്, ഞാൻ അച്ഛനോട് ഇത് ആലോചിക്കുമ്പോൾ തന്നെ പറഞ്ഞത്, ഈ ഒരു പാട്ടുണ്ട്, ഈ പാട്ട് വെക്കാൻ പറ്റുന്ന ഒരു കഥ വേണം. കാര്യം ഞാൻ ജോഷി ചേട്ടന്റെ അടുത്ത് ഈ പാട്ട് എനിക്കൊരു ഭയങ്കര എന്താ പറയണ്ടേ, ഈ പറഞ്ഞ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഇത് യൂട്യൂബിൽ ഉണ്ടായിരുന്ന പാട്ടാണ് കുറെ കാലമായിട്ട്. പക്ഷെ ഞാനിത് വളരെ ആക്സിഡന്റലി ഒരു ദിവസം കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഏതൊക്കെ പാട്ടുകൾ ഇങ്ങനെ ഫോർവേഡ് യൂട്യൂബിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് അത് കേട്ട് തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ ഞാനിങ്ങനെ ലൂപ്പിൽ ഇത് കേട്ടിട്ടേ ഇരിക്കും. അപ്പൊ പിന്നെ അവസരം ഞാനിത് വണ്ടി നിർത്തിയിട്ട് ഇത് എന്താണ് ഇതിന്റെ ഇത് അറിയാൻ വേണ്ടിയിട്ട് തപ്പി. അങ്ങനെയാണ് ഈ ജോഷി പടമാടം എന്നുള്ള പേര് പുള്ളി ഫേസ്ബുക്കിൽ കണക്ട് ചെയ്ത് ഞാൻ നമ്പർ വാങ്ങി വിളിച്ച് ജോഷി ചേട്ടനെ പോയി കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു അസാധ്യമായ പാട്ടാണ്. അപ്പൊ എനിക്ക് ഇത് എവിടെയെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ട്, എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ എന്റെ കയ്യിലെ സിനിമകൾ ഒന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് പ്ലാനിങ് ഇല്ല. എനിക്ക് നമ്മുടെ ജോസാറിന്റെ ഡോക്യുമെന്ററി ഒക്കെ തീർന്ന ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞാൽ ശരി. അപ്പൊ ഞാൻ ഒരു ഉറപ്പിനായിട്ട് ഞാൻ അന്ന് ചേട്ടനായിട്ട് ഒരു എഗ്രിമെന്റ് ഒക്കെ വെച്ച് ചേട്ടന് ചെറിയൊരു അഡ്വാൻസ് എടുത്തു, ആരെങ്കിലൊക്കെ തപ്പി പിടിച്ച് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ 2 വർഷത്തിനുള്ളിൽ ഞാനിത് യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 വർഷത്തിനുള്ളിൽ ഒന്നും നടന്നില്ല. അപ്പൊ പുള്ളിയുടെ അടുത്ത് വേറെ ഏതോ ഡയറക്ടേഴ്സ് ഈ പറഞ്ഞ അതിനുശേഷം ഇത് കേട്ടിട്ട് ഇത് പല കോണ്ടക്സ്റ്റിലും വർക്ക് ആവുന്ന ഒരു സാധനമാണല്ലോ.
അപ്പൊ ആരോ ചോദിച്ചു വന്നു, പക്ഷെ ജോഷി ചേട്ടൻ ഭയങ്കര ദയാപൂർവം പറഞ്ഞു, അവരോട് നോ പറഞ്ഞു. എന്റെ അടുത്ത് വീണ്ടും നമ്മുടെ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞെങ്കിലും ലിജിനാണ് എന്നോട് ആദ്യം ഇത് ചോദിച്ചത്. അപ്പൊ ലിജിൻ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ അർച്ചനോട് പറഞ്ഞു, ഇതില് ഈ പാട്ട് യൂസ് ചെയ്തേ പറ്റുള്ളൂ, ഇതിനുള്ള ഒരു കഥ ആലോചിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആക്ച്വലി ആ കഥ ടേക്ക് ഓഫ് ചെയ്ത് വരുന്നത്. അപ്പൊ അതിൽ തുടങ്ങുന്നത് ആ പാട്ടിൽ നിന്നാണ്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിൽ അതിന്റെ സ്റ്റാൻസ എവിടെയൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് ചെയ്തു. അപ്പം അങ്ങനെയല്ലെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷിച്ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ ഈ പാട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാണ്, അപ്പൊ ഇതിന്റെ സെഷൻസ് ഒക്കെ വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോൾ ജോഷിച്ചേട്ടൻ്റെ ഇതൊന്നും ഇല്ല. പുള്ളി പാട്ടൊക്കെ പാടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് പുള്ളി വിട്ടു, പുള്ളി പുതിയ പരിപാടിയിലേക്കൊക്കെ പോയി. അപ്പൊ പടത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് ഓടി യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ സ്റ്റെംസും കാര്യങ്ങളും ഒന്നും ഇല്ല. പിന്നെ ചേട്ടൻ രണ്ടാമത് അത് കംപ്ലീറ്റ് ഫുള്ള് റെക്കോർഡ് ചെയ്ത് അതിന്റെ സെഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ്. അപ്പൊ അത് പക്ഷേ ഈ പറഞ്ഞ കണക്ക് ആ സിനിമ കണ്ട എല്ലാവരും ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് പറഞ്ഞൊരു കാര്യം ആ പാട്ടാണ്. പക്ഷെ ജോഷി ചേട്ടൻ ഈ പാട്ട് എഴുതിയതിന്റെ കോണ്ടെക്സ്റ്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ ആ ശേഷം അറിയായിരിക്കും. അതാണ് ഇതൊന്നുമല്ല, ഭയങ്കര ജോഷി ചേട്ടൻ ഭയങ്കര പൊളിറ്റിക്കൽ പാട്ടാണ് ഇത്. പക്ഷെ ദിസ് പൊളിറ്റിക്സ് ഓൾസോ വർക്ക്, ഇതാരും പറയാത്ത അതെ അതെ അതെ. പൊളിറ്റിക്സ്. ഞാനിത് അർച്ചന അടുത്ത് പറഞ്ഞു, ലൈക്ക് അതിപ്പോ പറയണമെന്നില്ല, ലൈക്ക് ഓഫ് ദ റെക്കോർഡ് നടന്ന സംഭവത്തിൽ ലിജോ മോൾ ഇസ് അഗൈൻ ക്രാക്കിംഗ് സംതിങ് വിച്ച് പീപ്പിൾ ഡോണ്ട് അതെ യൂസ് ടു ടോക്ക്. അപ്പൊ അതെ ഇതില് അതെ 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 അതെ. ഇറ്റ്സ് ലൈക്ക് ഒരു 2 to 3 yearsന്റെ ഒരു ഒരു കാലഘട്ടം ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്. സോ ഡിഡ് യു ഹാവ് ടു റിവൈസ് എ സ്ക്രിപ്റ്റ് ഇൻ എനി വേ ടു മേക്ക് ഇറ്റ് കോണ്ടംപററി? ഇല്ല, ആക്ച്വലി അങ്ങനെ ഇത് വന്നിട്ടില്ല. കാര്യം ഇത് നമ്മൾ ഈ ലോക്ക്ഡൌൺ ടൈമിൽ ഓൾറെഡി ചേരാന്ന് പറയുന്ന പ്രോജക്റ്റ് ആ സമയത്ത് ഇതുപോലെ അത് തുടങ്ങാനിരിക്കായിരുന്നു. പക്ഷെ കോവിഡും ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് അതങ്ങനെ പെൻഡിങ്. അപ്പൊ ആ സമയത്താണ് ഇതിന്റെ ഒരു പാരലി ഇതിന്റെ ഒരു പ്രോസസ്സിങ്ങും ഈ പറഞ്ഞ നരേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോ പിന്നെ എനിക്കൊന്ന് ചേരയുടെ ആ ഫസ്റ്റ് സ്കെഡ്യൂള് മാർച്ചിൽ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ നമ്മൾ ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ മെയിൽ ഇത് ഷൂട്ട് ചെയ്തു. അപ്പൊ അത്രയും ഒരു ടൈം ഗ്യാപ്പേ വന്നിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് റിവൈസ് ചെയ്യേണ്ട പോലത്തെ ഒരു ഡിലേ വന്നിട്ടില്ല. ആക്ച്വലി ഷൂട്ടിന് ശേഷം പിന്നീട് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ആണ് കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് പോയത്. അപ്പം ഇന്നവേ എനിക്ക് തോന്നുന്നു സിനിമ ഇപ്പൊ ഇത്രയും ഒരു ഫൈൻ ട്യൂൺഡ് ആവാനുള്ള ഒരു കാര്യം നമുക്ക് അങ്ങനെ ഒരു ടൈം കിട്ടി എന്നുള്ളതാണ്. എനിക്കെപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷൻ എത്ര ടൈം കിട്ടുന്നു അത്രയും സന്തോഷമാണ്. കാരണം നമുക്കത് അത്രയും നമുക്കത് യൂസ് ചെയ്യാം. അപ്പം ഈവൻ ഗോവിന്ദിന്റെ അടുത്തും നമ്മള് സാധാരണ വളരെ ചെറിയൊരു ടൈം കൊടുത്തിട്ട് ഇത്ര സമയത്തിനുള്ളിൽ സ്കോർ കംപ്ലീറ്റ് ചെയ്ത് തരണം എന്ന് പറയുന്നത്, നമ്മൾ ഗോവിന്ദിനോട് അങ്ങനെ ഒരു ഡെഡ് ലൈൻ ഒന്നും പറഞ്ഞിട്ടുണ്ടെന്നില്ല. ഗോവിന്ദ് ഇഷ്ടമുള്ള പോലെ സമയം എടുത്ത് ഓരോ സെക്കൻഡ് ആയിട്ട് ചെയ്ത് തീർക്കായിരുന്നു. പിന്നെ നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് അതിൽ കറക്ഷൻസ് ഉള്ളത് അപ്പൊ നമ്മൾ ഒന്നിച്ചിരുന്ന് ചെയ്തു. ഈവൻ എഡിറ്റിലും നമ്മൾ അങ്ങനെ എന്താ പറയുക, നമുക്ക് ഒരു റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു നോക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഫൈൻ ട്യൂണിങ് വേണം എന്നൊക്കെ ഉള്ളത് അങ്ങനെ ചെയ്തു. അപ്പം ഫ്രം റൈറ്റിംഗ് ടു അതിന്റെ ഒരു പ്രിൻസിപ്പൽ ഷൂട്ടിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ വലിയ ഡിലേ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനത്തെ സ്ക്രിപ്റ്റ് റീവിസിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വിഷയങ്ങളെ എപ്പോഴും കണ്ടംപററി ആണെന്നും തോന്നുന്നു. സോ ദാറ്റ് വേ അതെ അതെ അതെ, കണ്ടംപററി ആണ്. അതെ അതെ ഇതിന് തൊട്ട് മുമ്പ് എന്ന് പറയുന്നത് 8.5 ഇന്റർകട്ട്സ് ആണ്. സോ അതിൽ ഒരു ഡീപ്പ് സ്റ്റഡി, ഒരു ഒരു മാസ്റ്ററിനെ കുറിച്ചുള്ള ഡീപ്പ് സ്റ്റഡി. സോ അതിന്റെ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് പറയാൻ ബുദ്ധിമുട്ടാവും, എന്നാലും അതിന്റെ ഇൻഫ്ലുവൻസസ് മേക്കിങ്ങിൽ വന്നിട്ടുണ്ടാവാമല്ലോ. സോ ക്യാൻ യു റീകോൾ എനിത്തിങ്? അല്ല, അതിന്റെ ഡയറക്റ്റ് ഒരേ ഒരു അല്ല, എനിക്ക് ഞാൻ ബോധപൂർവ്വം ചെയ്തിട്ടുള്ള ഒരേ ഒരു ഇൻഫ്ലുവൻസ് എന്റെ ലാസ്റ്റ് ഷോട്ടാണ്. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ചേര എഡിറ്റ് ചെയ്യുന്ന ഫ്രാൻസിസ് ആണ് ഹെറിന്റെ ട്രെയിലറും ടീസറും ഒക്കെ ചെയ്തത്. അപ്പം ഫ്രാൻസിസായിട്ട് സംസാരിക്കും. ഫ്രാൻസിസ് ഒരു ദിവസം എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അത് അതിന്റെ എൻഡ് ഷോട്ട് അങ്ങനത്തെ സാധനം അതെങ്ങനെ, അത് പെട്ടെന്ന് അപ്പം ആലോചിച്ചതാണോ അതോ ആദ്യമേ അങ്ങനെ ആലോചിച്ചാണോ? ഞാൻ പറഞ്ഞു, അതില് നമ്മുടെ ബ്രില്യൻസ് ഒന്നും ഇല്ല, അത് ജോർജ് സാറിനെ അടിച്ചു മാറ്റിയതാണെന്ന് പറഞ്ഞു. ആദാമിന്റെ വാരിയിൽ നമ്മുടേതായിട്ടുള്ള രീതി ചെറുതായിട്ടൊന്ന് അടിച്ചു മാറ്റിയതാണെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഒരു അത് ഓഫ് കോഴ്സ് അതിൽ നിന്ന് ഡയറക്റ്റ് ലിഫ്റ്റ് ആണ്. ഷെയിംലെസ്ലി അഡ്മിറ്റ് ചെയ്യാൻ സാധനമാണ്. അതിലൊരു ക്യാമറ തള്ളി മറിച്ചിട്ട് ഒരു കൂട്ടം സ്ത്രീകൾക്ക് പോയെങ്കിൽ നമുക്കൊരു ഒരു സ്ത്രീയെ കൊണ്ട് ചെറുതായിട്ട് ക്യാമറ തള്ളി മാറ്റിക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ അത് ഒരു ജോസ് സാറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയാം. അല്ലാതെ ഡെലിബറേറ്റ്ലി ഞാൻ അങ്ങനെ വേറെ സാധനങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഉണ്ടാവാം. കാര്യം ജോസ് സാറിന്റെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ എവിടെയെങ്കിലും വന്നു പോകാൻ നല്ല സാധ്യതയുണ്ട്.
എങ്ങനെയായിരുന്നു ഇവര് തമ്മിൽ വർക്ക് ചെയ്യണത്? ഐ മീൻ യു ആർ കംഫർട്ടബിൾ വർക്കിംഗ് ലൈക്ക് ഫഹദും കുഞ്ചാക്കോ ബോബനും ഒക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ബിഗ് ഡീൽ ഫോർ യു. പക്ഷെ ഇവര് തമ്മിൽ ഉള്ള ഒരു കെമിസ്ട്രി ലൈക്ക് പ്രതാപ് ജി ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ, ഉർവശി ചേച്ചി ആൻഡ് മറ്റുള്ള ആക്ടേഴ്സ് ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഇപ്പൊ പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടൻ, ഇപ്പൊ സേതലവി, ലൈക്ക് അവരെയൊക്കെ നമുക്ക് ഇപ്പോഴും കാണുമ്പോൾ ആ ഒരു ലൈക്ക് പത്മനാഭൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ആളുകള് ലൈക്ക് അത്തരം അതെ അതെ ഒരു ഫീലാണ് നമുക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ. സോ അതെ. ഓവറോൾ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഉള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴൊരു ശരിക്കും ഈ പടത്തിൽ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവര് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മെയിൻ കാസ്റ്റ് ഉർവശി ചേച്ചി, പാർവതി, രമ്യ, ലിജോ, ഐശ്വര്യ, അവരഞ്ചുപേര് ഉണ്ട്. പക്ഷെ ബാക്കി ഇതിന്റെ ഒരു സപ്പോർട്ടിങ് ഇതിലും നമുക്ക് നമ്മൾ വിളിച്ച ആൾക്കാർ, നമ്മൾ ഇവരെ ഒന്ന് വിളിച്ചു നോക്കാം, അവർ വന്നാലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പലരും വിളിക്കുന്നത്. അല്ലാതെ ഈ ഒരു ദിവസത്തേക്ക് ചെറിയ ഒരു സീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവരാരും വരത്തില്ല, എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ വിളിച്ചല്ല, ഇപ്പം ഷിൻസ് ആയാലും, ഷിൻസൊക്കെ ഒറ്റ ഷോട്ടിലേ ഉള്ളൂ. പക്ഷെ ഷിൻസ് ഞാൻ ഫ്രീ ആണ്, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ജിബിൻ, ജിബിൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ജിബിന് വന്നിട്ട് അങ്ങനെ ഒരു സ്ഥാനം ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ സുനിത, അങ്ങനെ ഒരു കുറെ പേരുണ്ട്. ഇപ്പൊ ദിനേശ് പണിക്കർ സാറ്, അങ്ങനെ ഇവര് രാധാകൃഷ്ണൻ ചേട്ടനൊക്കെ നമ്മൾ, എനിക്ക് ഈ പറഞ്ഞൊക്കെ നമ്മൾ ഒരുപാട് പത്മനാഭൻ സാറിന്റെ സിനിമകളൊക്കെ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പൊ പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്താണ്, ചേട്ടൻ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വന്നു. അതുപോലെ തിരുമല രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് തിരുവനന്തപുരത്തുള്ള. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് അങ്ങനെ നമ്മൾ വിളിച്ചപ്പോ ഇവരെ, പിന്നെ ജോസ് സാറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വിജയലക്ഷ്മി ചേച്ചി തിരുവനന്തപുരത്തുള്ള, മറ്റേ ജോലിക്കാരിയായിട്ട് വരുന്നത്, മെയ്ഡായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ, ഇവരൊക്കെ നമ്മള് ഇവരൊന്നും മരത്തിലായിരിക്കും, നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ ഇവരൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് വന്ന് ഇതില് വർക്ക് ചെയ്തിട്ട് പോയി. ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇപ്പൊ അതുപോലെ ഹരിപ്രശാന്ത്, അങ്ങനെ അങ്ങനെ ഒരു ഇപ്പം ശ്രീകാന്ത് വിളിച്ചേട്ടൻ, ശ്രീകാന്ത് ചേട്ടനൊക്കെ ഈ പറഞ്ഞൊക്കെ നമ്മള് ഞാൻ വരാല്ലേ ഇതിന്, എന്തായാലും നമുക്ക് വന്നിട്ട് നോക്കാം, ഞാൻ കഥയൊന്നും കേട്ടിട്ടൊന്നുമില്ല, വന്നിട്ട് നോക്കാം, നമ്മുടെ ഒരു പരിപാടിയല്ലേ, അനീഷ ആണല്ലോ എന്നൊക്കെ. അപ്പം അതുപോലെ പാർവതി ചേച്ചി, അപ്പൊ ഇവരൊക്കെ തന്ന അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ അവരുടെ ഒരു ഇപ്പോഴും ഇപ്പം പടം ഇപ്പൊ പ്രിവ്യൂവിന് വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ ഇപ്പം തന്നെ ശ്രീകാന്ത് ചേട്ടൻ 3 പ്രാവശ്യം വിളിച്ചു എന്നെ. നല്ല സന്തോഷമൊക്കെ പറഞ്ഞിട്ട് പാർവതി ചേച്ചി വിളിച്ചു. അപ്പൊ അങ്ങനെ ഒരു ആ രീതിയിലും കാസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അവരെ, രാജേഷ് മാധവനും ഒക്കെ എല്ലാവരും അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ചേച്ചി, പാർവതി ചേച്ചിയുടെ ലുക്കിനെ കുറിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയത്. ആ ഒരു ലുക്ക് ഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമാണ് പുള്ളിക്കാരി. ഇപ്പൊ നിനക്കൊരു നമ്മൾ വിചാരിക്കും അവിടുത്തെ ഏറ്റവും സീനിയർ ആളല്ലേ നേടി വെച്ചത്, അവിടുത്തെ ഏറ്റവും യങ്ങസ്റ്റ് മറ്റേ ഹാർട്ടാണ് മനോഹരി ചേച്ചി. ഭയങ്കര ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാൻ. അടുത്ത് പറയായിരുന്നു ലൈക്ക് ശ്രീകാന്തും ലിജോമോളായിട്ടുള്ള ഒരു ഇറ്റ്സ് ജസ്റ്റ് ദിസ് തിങ്. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സീൻ. അത് ഐ മീൻ ആ ഒരു ലൈക്ക് ദ വേ ഷീ ഈസ് വെയറിംഗ് ഹെൽമെറ്റ് ആൻഡ് കമ്മിങ് ഇൻ ആൻഡ് ദെൻ വാക്കിംഗ് ഔട്ട് എന്നുള്ള സംഭവം അതെ അതെ അത് സ്ട്രൈക്കിംഗ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ആക്ടേഴ്സിന്റെയും കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ട് തോന്നുന്നു നമുക്ക് അതിങ്ങനെ അല്ല, ആ മെമ്മറബിൾ സീൻ ആക്കാൻ. ഭയങ്കര എനിക്ക് സ്ക്രിപ്റ്റിൽ ഇത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഈ ലിജോയുടെ ക്യാരക്ടർ, സോറി, ലിജോയുടെ ക്യാരക്ടറിന്റെ ഒരു ട്രെയിറ്റ് റിവീൽ ചെയ്യുന്ന ഒരു സാധനമാണ് അത്. കാര്യം പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നം, ഒരു കരട് മനസ്സിലുണ്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ പറയണം പുള്ളിക്കാരിക്ക്, അത് മനസ്സിലിട്ട് നടക്കാൻ പറ്റില്ല. സോ പോകാൻ പോയിടത്തുനിന്ന് വണ്ടി വെച്ചിട്ട് കംസ് ബാക്ക്, പുള്ളിക്കാരി അച്ഛനെ വിളിച്ചിട്ട് ഇത് കാര്യം പറയണം, ഇത് അത് അവനോട് ഇരിക്കുന്നുണ്ട്. അല്ല, അങ്ങനത്തെ ഒരു സാധനങ്ങളൊന്നും പുള്ളിക്കാരുടെ പ്രശ്നമല്ല, എനിക്കിത് പ്രശ്നമാണ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കണം, അത് അറിയിക്കുന്നുണ്ട്. അതിന്റെ ദാറ്റ് കൈൻഡ് ഓഫ് ആന്റിസിപ്പേറ്റ്സ് വാട്ട് ഷീ ഈസ് ഗോയിങ് ടു ഡു ഇൻ ദ എൻഡ് എന്ന് പറയുന്ന രീതിയിൽ ആ സീൻ ഭയങ്കര റെലവെന്റ് ആയിരുന്നു എനിക്ക്. അത് I wanted to listen to that first character and the last character. അപ്പൊ എന്താണ് അത് അർച്ചനയോട് ഞാൻ പറഞ്ഞ അങ്ങനെയാണ്, ഇത് ആരെങ്കിലും ഇത് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺവെർസേഷൻ കറക്റ്റ് ആയിരിക്കണം, അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളതാണ്. സോ എവറിഥിങ് ഹാസ് ദിസ് തിങ് ആക്ച്വലി, എല്ലാം പ്രോപ്പർ ഒരു കോൺവെർസേഷൻ ആണ് അത്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹീസ് ടോക്കിംഗ് ടു അലക്സ ഇൻ ദാറ്റ് സെൻസ്. ഐ മീൻ ഹി ഓർ ഷീ, അതിപ്പോ ഇതിന്റെ കൗണ്ടർ പാർട്ട് ആണെങ്കിൽ ഇഫ് അലക്സ ഹാസ് എ മെയിൽ വോയിസ്, അതും ഒരു പൊസസീവ്നെസിന്റെ ഒരു എലിമെന്റ് വരുന്ന ഒരു സാധനമാണ്. ആക്ച്വലി ഇൻ ബ്രോഡർ സെൻസ് ഇറ്റ്സ് എ പെയിൻഫുൾ തിങ്. അതുപോലെ ഈ പെയിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ചില സിനിമയുടെ പേരും ഇതൊക്കെ അതിൽ ഉപയോഗിക്കുന്നത് ലൈക്ക് രമ്യ ഈസ് ടോക്കിംഗ് അബൌട്ട് വിങ്ങൽ, ഇതൊക്കെയാണ് അതൊക്കെ. സോ വാസ് ഇറ്റ് ലൈക്ക് കോൺഷ്യസ്ലി? അല്ല, അതൊക്കെ അർച്ചനയുടെ പ്രയോഗങ്ങളാണ്. അർച്ചനയുടെ കുറച്ച് വിയേർഡ് മറ്റേ കൈൻഡ് ഓഫ് സെൻസ് ഓഫ് ഹ്യൂമർ ആണ്. അപ്പൊ അതില് വരുന്ന സാധനങ്ങളാണ് അതൊക്കെ. വിങ്ങലൊക്കെ അച്ഛനെ മിക്കവാറും വിങ്ങൽ എന്ന് പേരുള്ള ഒരു സിനിമ തന്നെ എഴുതാൻ സാധ്യതയുണ്ട്.
നമ്മൾ അതിൽ വേറൊരു കാര്യം യൂസ് ചെയ്തിട്ടുണ്ട്. അത് സതീഷ് സോറി ആശിഷ് യൂസ് നോട്ടീസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. അതിൽ രാജേഷ് മാധവന്റെ സ്ക്രീനില് സ്ക്രീൻ ഷോർട്ടായിട്ട് സ്ക്രീൻ സേവർ ആയിട്ട് കിടക്കുന്നത് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗ്ലാസിന്റെ ഹിസ്റ്ററി ഐ തിങ്ക് യു നോ. ദാറ്റ് ഫിലിം ഈസ് മെയ്ഡ് ഓഫ് NG ഷോട്ട്സ്. സോ അങ്ങനെ അങ്ങനത്തെ ചില സാധനങ്ങൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ഐ മീൻ പീപ്പിൾ ഹു ഇഫ് യു നോ യു നോ കൈൻഡ് ഓഫ്. ഓണി അത് പറയണതും നല്ല രസമുണ്ട്. ലൈക്ക് ഇയാൾക്ക് എഡിറ്റിംഗ് അറിയാൻ പറയണത് അത് ഇറ്റ്സ് വെരി വെൽ ഹി പ്രസന്റഡ് ഇറ്റ്. അതെ അതെ. എന്താ പറയുക, സം പീപ്പിൾ ലേൺ ഇറ്റ് ദ ഹാർഡ് വേ എന്ന് പറയുന്ന പോലെയാണ്. ദാറ്റ് ഈസ് ഹൗ ഷീ ലേൺസ് ഇറ്റ്. ഐ മീൻ കാരണം OTT ആ നിലയ്ക്ക് ആളുകൾക്ക് വാച്ച് ചെയ്യാനും റീവാച്ച് ചെയ്യാനും ഒരു ചർച്ചയ്ക്കുള്ള ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ ഹാപ്പൻ. എനിക്കെവിടെ നോണക്കുഴി 50 കഴിഞ്ഞാലും കുശുമ്പിന് കുറവില്ല. 60 കഴിഞ്ഞാലും ആരാണെന്ന് പറയാൻ വയ്യ. പ്രതാപ് സാറിന് ഡബ് ചെയ്തേക്കുന്നത് മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റാണ്. എല്ലാം ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഡബിങ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് he passed away. ഇല്ല, നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ ഈവൻ എഡിറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മള് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാറിന്റെ ഒരു ദിവസം രാവിലെ സാർ മരിച്ചു എന്നുള്ള ന്യൂസാണ് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു ആദ്യം. പിന്നെയാണ് നമ്മൾ ഇത് ഡബ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സാധനം. അതിന്റെ ഐറണി എന്താ വെച്ച് കഴിഞ്ഞാൽ സാറ് പോകുമ്പോൾ സാറിന് ഷൂട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഷൂട്ടുണ്ട് അടുത്ത ദിവസം. നമ്മൾ അവിടെ ഔട്ട്ഡോർ ആണ്, റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാറ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ചെന്നൈക്ക് ഡ്രൈവ് ചെയ്ത സാറിന് ഫ്ലൈറ്റ് ഇഷ്ടമല്ല തോന്നുന്നു. അപ്പം ബൈ റോഡാണ് വരുന്നത്. അപ്പോൾ വരുമ്പോൾ നമ്മൾ റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സാറ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് സാർ അവിടെ ഇറങ്ങി. പോകാൻ ഇറങ്ങിയിട്ട് വീണ്ടും നമ്മുടെ കൂടെയൊക്കെ നിന്ന് അവിടെ കുറെ നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവസാനം പോകാൻ നേരത്ത് പിന്നെ പറഞ്ഞു, നമ്മൾ ഡബിങ് ചെന്നൈയിലാണ്, യു കം ടു ചെന്നൈ വിൽ ഹാവ് എ ബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആള് പോകുന്നത്. അപ്പൊ അത് ഭയങ്കര സങ്കടമായി ആക്ച്വലി. നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് സാറ് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞു, സാധാരണ എന്നെ ഇങ്ങനെ മറ്റേ പ്ലസന്റ് ആയിട്ടുള്ളതൊന്നും ചെയ്യാനാരും വിളിക്കാറില്ല, ഞാൻ എല്ലാത്തിലും മറ്റേ മൂശാട്ടയും മുരടനും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല സാറിന് ഇത് ചെയ്യാൻ പറ്റും, സാറ് സൂപ്പറാണ്, ഭയങ്കര കൺവിൻസിങ് ആണ്, അപ്പൊ ടച്ച് വുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അതൊക്കെയാണ് നമുക്ക് ഭയങ്കര ഒരു സങ്കടമായത്. സാറ് പെട്ടെന്ന് ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. അപ്പം പിന്നെ ഡബിങ് എന്ത് ചെയ്യും എന്നുള്ള ഡബിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കൺസേൺ ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മഹേഷിന്റെ കാര്യം ആലോചിച്ചു. മഹേഷ് ആദ്യം ഞാൻ വിളിച്ചിട്ട് മഹേഷിനോട് പറഞ്ഞു ഇങ്ങനെയാണ് എന്ന് വന്നിട്ട് ട്രൈ ചെയ്യണം. മഹേഷ് ആദ്യമേ ഡൗട്ട് പറഞ്ഞു, കാര്യം അത്രയും സീനിയർ വോയിസ്, പിന്നെ സാറിന്റെ ഭയങ്കര ഒരു ആക്സന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും എനിക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മഹേഷ് വന്ന് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തിട്ട് ഡിഡിന്റ് വർക്ക്. അപ്പൊ മഹേഷ് പറഞ്ഞത് ശരിയാവില്ല, വേറെ ഓപ്ഷൻ. അപ്പൊ ഞാൻ പിന്നെ വേറെ ഒരു ഓപ്ഷൻ നോക്കി, അതും എനിക്ക് ഒട്ടും വർക്കായില്ല. പിന്നെ ഞാൻ മഹേഷിനെ രണ്ടാമത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മഹേഷ് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പം മഹേഷ് ഈ ഡയലോഗ്സ് ഒക്കെ ഇതേപോലെ ഫോണിൽ പൈലറ്റ് ട്രാക്കുകളൊക്കെ എടുത്തിട്ട് പോയിട്ട് ഐ തിങ്ക് ഹി പ്രാക്ടീസ് ഇട്ട് ഒരു 2 weeks കഴിഞ്ഞിട്ട് മഹേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇപ്രാവശ്യം നടന്നില്ലെങ്കിൽ പിന്നെ ഇത് വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് മഹേഷ് വന്ന് ചെയ്തു. പക്ഷെ അപ്പൊ വന്നിട്ട് ഹി കൈൻഡ് ഓഫ് ഇറ്റ് വാസ് മാജിക്, അൺബിലീവബിൾ ആയിരുന്നു. കാര്യം ഈവൻ സാറിന്റെ ആക്സെന്റും ആ സ്റ്റൈലും എല്ലാം ഇത്രയും ഇപ്പൊ മിമിക്രി നമുക്ക് ചെയ്യാം, ഒരു വോയിസ് ഒരു പർട്ടിക്കുലർ ഡയലോഗ് പറയാം, പക്ഷെ ആ ഒരു ഇമോഷണൽ സാധനങ്ങൾ പിടിച്ചിട്ട് ഡയലോഗ് ഡെലിവറി കൊണ്ടുവരിക എന്ന് പറഞ്ഞത് അത് ഭയങ്കര മാസ്റ്റർഫുൾ ഒരു വർക്ക് ആയിരുന്നു. ഐ മീൻ ഈസ് വെരി ടാലന്റഡ്. അപ്പം അതിന് ഐ ആം ലൈക്ക് ഇമ്മൻസ്ലി താങ്ക്ഫുൾ ടു മഹേഷ് കുഞ്ഞുമോൻ. ഭയങ്കര ജീനിയസ് ആണ് പുള്ളി ആ കാര്യത്തില്. അപ്പൊ അതിന്റെ ക്ലൈമാക്സ് എന്താ വെച്ച് കഴിഞ്ഞാല് അത് ഡബ് ചെയ്തതിനു ശേഷം ആ പോർഷൻസ് വെച്ചിട്ടാണ് ഉർവശി ചേച്ചി ചെന്നൈയിൽ ഡബ് ചെയ്യുന്നത്. അപ്പൊ ചേച്ചി ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ്ഫോണൊക്കെ വെച്ച് നിൽക്കുമ്പോൾ ആദ്യം ഈ ശാന്ത എന്നുള്ള വിളി കേൾക്കുമ്പോൾ ചേച്ചി പ്രതാപേട്ടൻ ഡബ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് പ്രതാപ് സാർ അല്ല, അത് വേറെ. അപ്പൊ ചേച്ചി പെട്ടെന്ന് ശരിക്കും ചേച്ചി എന്നിട്ട് ഓരോ ഡയലോഗ് കേൾക്കുമ്പോൾ അറിയും ചേട്ടനെ പോലെ തന്നെയുണ്ട്, ചേട്ടനെ പോലെ തന്നെയുണ്ട് എന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ മഹേഷിനെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ഇത് വർക്കായി, ഉർവശി ചേച്ചി കേട്ടിട്ട് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. അത് ഐ തിങ്ക് അതൊരു വെറുതെ ഇതിൽ വരുമ്പോ മഹേഷിന്റെ യൂട്യൂബിൽ വരുമ്പോ വിൽ സ്റ്റോപ്പ് തിരക്കുണ്ടെങ്കിലും ഒന്ന് കേൾക്കാം എന്നുള്ള. സോ ഹിസ് ദാറ്റ് പെർഫെക്റ്റ് ദാറ്റ് വേ. ഒരു ജസ്റ്റ് മിമിക്കിങ്ങിന്റെ അപ്പുറത്തേക്ക് ഹി ആഡ്സ് സംതിങ് മോർ, വേറൊരു ലെയർ ഉണ്ട്. അതാണ് മഹേഷിന്റെ പരിപാടിയുടെ ഒരു രസം. എനിക്ക് തോന്നുന്നു ദാറ്റ് ഹെൽപ്സ് ഫോർ ഹിം ഇങ്ങനത്തെ സാധനങ്ങൾ ഡബ് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഓക്കെ എന്ന് തോന്നിയാലും മഹേഷ് പൈലറ്റ് കേട്ടിട്ട് പറയും അല്ല അതായത് ഒരു സാധനം മിസ്സിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹി വിൽ ഡു ഇറ്റ് അഗൈൻ. അപ്പൊ അത്രയും ഒരു ഭയങ്കര കമ്മിറ്റഡ്. ഈവൻ ആക്സെന്റിന്റെ കാര്യത്തില് ഹിസ് വെരി യുണീക്ക് അല്ലേ പ്രതാപ് ജിയുടെ? ആളുകൾക്ക് ഭയങ്കര ഫെമിലിയർ ആണല്ലോ, ഭയങ്കര യുണീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഒരു സൗണ്ട് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വർക്കാവും. ഇപ്പൊ ഞാനത് കാണുമ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ്
ആ എപ്പിസോഡ് തന്നെ ആക്ച്വലി ഉർവശി ചേച്ചി ഒഴികെ ബാക്കി വിളിച്ച എല്ലാവരും പറഞ്ഞത് അവരുടെ ഫേവറേറ്റ് എപ്പിസോഡ് ഇവരുടെയാണ്, ഉർവശി ചേച്ചിയുടെയും പ്രതാപ് സാറിന്റെയാണ്. പക്ഷെ അപ്പൊ ഞാൻ ആലോചിക്കും, ഇത് ആ വോയിസ് വർക്ക് ആയിട്ടില്ലായിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് പാളിപ്പോയനെ ആ സാധനം, നിക്കത്തേ ഇല്ലായിരുന്നില്ല. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് മഹേഷിന് തന്നെ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് അടുത്ത വരവുകൾ എന്തൊക്കെയാണ്? ചേര എപ്പോഴത്തേക്കാണ്? പറഞ്ഞാല് നമ്മൾ എപ്പോഴും നമുക്കിങ്ങനെ എന്താ പറയണ്ടേ, പാരലി വർക്ക് ഇൻ പ്രോഗ്രസ് കഥകളും സ്ക്രിപ്റ്റുകളും ഉണ്ടാവില്ല. സോ ദേർ ആർ ഐ മീൻ സ്റ്റോറീസ് ദാറ്റ് ഐ എം വർക്കിംഗ് ഓൺ. അർച്ചനയായിട്ടും ഒരു കഥ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഐ ഹോപ്പ് ഈ ചേരയുടെ പരിപാടികളൊന്നും തീർത്തിട്ട് അടുത്ത സാധനങ്ങൾ നോക്കണം. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആശിഷ്. See you. Bye.